ഹലോ ഗൈസ്, നമ്മളങ്ങനെ അടുത്ത ട്രെയിലർക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കാണ്. ഇപ്രാവശ്യം നമ്മുടെ ടോം ഹിഡിൽസ്റ്റോണിൻ്റെ ദ ലൈഫ് ഓഫ് ചങ്ക് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. നമുക്ക് ആ കണ്ടിട്ട് കഥയൊക്കെ നമുക്ക് അടിക്കാം കേട്ടോ. When you look up at the night sky, it can tell you stuff about your future. It won't lie to you. It's pure that way. You might see a lot more than you wanted. But if you have heart, you have hope. And you have heart in you. The world, Chuck. Everything you've ever loved. Everything you see. Every year that you live, that world will get bigger and brighter. And more detailed and complex. You fill the whole thing. It'll be a universe. Isn't that wonderful? ഗൈസ്, ഇതിൻ്റെ ഡയറക്ടർ വരുന്നത് മൈക്ക് ഫ്ലാനഗൻ ആണ്. എനിക്ക് പുള്ളിനെ കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് അറിയുന്നില്ല. പുള്ളീൻ്റെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയപ്പം കുറേയധികം സിനിമകളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ എസ്പെഷ്യലി ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു സിനിമ അഡാപ്റ്റ് ചെയ്തേക്കുന്ന ഒരു ബുക്കിൽ നിന്നാണ്. ആ ബുക്കിൻ്റെ ഓതറാണ് നമ്മുടെ സ്റ്റീഫൻ കിങ്. എസ്പെഷ്യലി ദ ഷൗഷാങ്ക് റിഡംപ്ഷൻ ആ ഒരു സിനിമേൻ്റെ ആ ഒരു സിനിമ ഒരു ബുക്ക് അഡാപ്റ്റേഷനാണ് റിദ ഹേവർത്ത് ആൻഡ് ദ ഷൗഷാങ്ക് റിഡംഷൻ. ആ ഒരു ബുക്കിൻ്റെ ഓതറായിരുന്നു ഈ സ്റ്റീഫൻ കിങ്. ആ പുള്ളി തന്നെയാണ് ഈ ഒരു സിനിമേൻ്റെയും ഓതറായിട്ട് വന്നേക്കുന്നത്. റിയലി ഇതൊരു ലൈഫ് കണക്ട്, അതായത് കുറച്ചും കൂടെ ലൈഫുമായിട്ട് വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള, ഹോപ്പുമായിട്ട് വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കാമെന്നാണ് പ്രതീക്ഷ. ഇങ്ങനെയാണെങ്കിലും പടം ടൊറൻറ്റോ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അവതരിപ്പിച്ച ഒരു പടമാണ്. 2024 ആക്ച്വലി ഇത് റിലീസ് ആവേണ്ടിയിരുന്നത്. അതിന് ശേഷമാണ് 2025 ഇത് റിലീസ് ആവുന്നത്. അതിനൊരു ഡിലേ വന്നു. ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോഴാണ് ആക്ച്വലി ഇതിനൊരു ഡിലേ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നിയോൺ ആണ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. ഓക്കെ, താങ്ക് യു.